വടക്കുന്നാഥൻ സാക്ഷിയായി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. മണ്ണിലെയും വിണ്ണിലെയും മഹാപൂരത്തിന് പരിസമാപ്തിയായി. അടുത്ത വർഷത്തെ പൂരം ഏപ്രിൽ 26. തട്ടകങ്ങളുടെ പൂരത്തിലലിഞ്ഞ ആയിരങ്ങൾ. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ പകൽപൂരം താളമേളലയത്തിൽ ആറാടിച്ചു. ആകാശത്ത് മതിവരാ കാഴ്ചയുടെ വർണ്ണവിസ്മയമൊരുക്കി തൃശൂർ പൂരം വെടിക്കെട്ട്. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് പൂരപ്രേമികളെ പ്രകമ്പനം കൊള്ളിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് തിരിച്ചടി നൽകി ഇന്ത്യ. പാകിസ്ഥാനികളെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ നടന്നു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. വടക്കുന്നാഥൻ സാക്ഷിയായി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. പാറമേക്കാവ് ഭഗവതിയുടെയും തിരുവമ്പാടി ഭഗവതിയുടെയും പകൽപൂരം എഴുന്നള്ളിപ്പുകൾ ശ്രീമൂലസ്ഥാനത്തെത്തുന്നതിന് മുൻപ് വടക്കുന്നാഥ ക്ഷേത്ര പരിസരവും ശ്രീമൂലസ്ഥാനവും തട്ടകക്കാർ അടക്കമുള്ള പതിനായിരങ്ങളാൽ തിങ്ങി നിറഞ്ഞിരുന്നു. 15 വീതം ഗജവീരന്മാർ അണിനിരുന്ന എഴുന്നള്ളിപ്പുകൾക്ക് അകമ്പടിയായി രൗദ്രതാളം വാനോളം ഉയർത്തി അരങ്ങേറിയ പാണ്ഡ്യമേളം കൊട്ടിക്കലാശിച്ച ശേഷമായിരുന്നു ഉപചാരം ചൊല്ലൽ. മേളം കൊട്ടിക്കലാശിച്ച ശേഷം തിരുവമ്പാടി ഭഗവതി വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് വടക്കുന്നാഥനെ വണങ്ങാനായി പോയപ്പോൾ പാറമേക്കാവ് ഭഗവതി ശ്രീമൂലസ്ഥാനത്ത് നിലപാട് തറയിൽ കാത്തുനിന്നു. പിന്നീട് പാറമേക്കാവ് ഭഗവതി നടുവിലാലിൽ പോയി തിരിച്ചെത്തി ശ്രീമൂലസ്ഥാനത്ത് തെക്കോട്ട് അഭിമുഖമായി നിന്നു. ഇരു ഭഗവതിമാരുടെയും കൂടിക്കാഴ്ച നടന്നതോടെ ശ്രീമൂലസ്ഥാനത്ത് തിങ്ങി നിറഞ്ഞ പതിനായിരങ്ങളെ സാക്ഷിയാക്കി തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പേറ്റിയ തിരുവമ്പാടി ചന്ദ്രശേഖരനും പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയ കൊമ്പൻ ശിവകുമാറും തുമ്പിക്കൈ ഉയർത്തി യാത്ര പറഞ്ഞു. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരുടെ വികാരനിർഭരമായ ഉപചാരം ചൊല്ലൽ കണ്ടുനിന്ന ആബാലവൃദ്ധം കാണികൾ ആനന്ദ കണ്ണീരിലൂടെ ഹർഷാരവം മുഴക്കി. ഏപ്രിൽ 26-നാണ് അടുത്ത തൃശൂർ പൂരം. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. തട്ടകങ്ങളുടെ പൂരത്തിലലിഞ്ഞ് ആയിരങ്ങൾ. പകൽപൂരത്തിൽ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ശ്രീമൂലസ്ഥാനത്തേക്ക് എഴുന്നള്ളിയപ്പോൾ പൂരപ്രേമികൾ നിർവൃതി അടഞ്ഞു. പാറമേക്കാവ് ഭഗവതി മണികണ്ഠനാൽ പന്തലിൽ നിന്നും 15 ആനകളുടെ അകമ്പടിയോടെയാണ് ശ്രീമൂലസ്ഥാനത്തേക്ക് എഴുന്നള്ളിയത്. കൊമ്പൻ എറണാകുളം ശിവകുമാർ ഭഗവതിയുടെ തിടമ്പേറ്റി. കൊമ്പുപറ്റ, കുഴൽപ്പറ്റ, ചെമ്പടയ്ക്ക് ശേഷം കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രമാണത്തിൽ പാണ്ഡിമേളം എന്നിവ നടന്നു. തിരുവമ്പാടി ഭഗവതി നായ്ക്കനാൽ പന്തലിൽ നിന്നും 15 ആനകളുടെ അകമ്പടിയോടെ ശ്രീമൂലസ്ഥാനത്തേക്ക് എഴുന്നള്ളി. തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഭഗവതിയുടെ തിടമ്പേറ്റി. ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളവും അരങ്ങി. ആകാശത്ത് മതിവരാ കാഴ്ചയുടെ വർണ്ണവിസ്മയമൊരുക്കി തൃശൂർ പൂരം വെടിക്കെട്ട്. വെടിക്കെട്ട് കാണാൻ ദൂരദിക്കുകളിൽ നിന്ന് പോലും പൂരനഗരിയിലേക്ക് 10,000-കണക്കിന് പൂരപ്രേമികളാണ് ഒഴുകിയെത്തിയത്. കണ്ണും കാതും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു പൂരനഗരിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആകാശത്തരങ്ങേറിയ വർണ്ണവിസ്മയം. പുലർച്ചെ 4:06-നാണ് തിരുവമ്പാടി വിഭാഗം ആദ്യം വെടിക്കെട്ടിന് തിരികൊളുത്തിയത്. തുടർന്ന് 7 മിനിറ്റ് മാനത്ത് മതിവരാ കാഴ്ചയുടെയും ശബ്ദഗാംഭീര്യത്തിന്റെയും വർണ്ണമഴ പെയ്തു. ഓലപ്പടക്കത്തിൽ കൊളുത്തിയ തീ പടർന്ന് ഗുണ്ട്, കുഴിമിന്നൽ, നിലാമിട്ട് എന്നിങ്ങനെ കത്തിക്കയറി അഗ്നിഗോളമായി കൂട്ടപ്പൊരിച്ചിലിൽ അവസാനിച്ചു. തിരുവമ്പാടിക്ക് വേണ്ടി മാനത്ത് ഇന്ദ്രജാലം തീർത്തത്
മുണ്ടത്തിക്കോട് സതീശന്റെ നേതൃത്വത്തിലാണ്. തിരുവമ്പാടിയുടെ പുലർച്ചെ വെടിക്കെട്ട് സമാപിച്ച് 1 മണിക്കൂറും 25 മിനിറ്റും കഴിഞ്ഞ് കൃത്യം 5:31 പാറമേക്കാവിന്റെ ഊഴമെത്തിയത്. ആവനാഴിയിൽ ഒളിപ്പിച്ചു വെച്ച വെറൈറ്റി പ്രകടനങ്ങൾ ആകാശത്ത് വിസ്മയം തീർത്ത നിമിഷങ്ങളായിരുന്നു പാറമേക്കാവിൻ്റേത്. കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബാണ് ഇത്തവണ പാറമേക്കാവ് വിഭാഗത്തെ നയിച്ചത്. ആകാശവിസ്മയം കാഴ്ചക്കാരെ ഒട്ടും നിരാശപ്പെടുത്താത്തതായിരുന്നു. ഇരു കൂട്ടരുടെയും ആകാശവിസ്മയം തീർത്ത പൂരം വെടിക്കെട്ട് കാഴ്ചക്കാരെ ഒട്ടും നിരാശപ്പെടുത്താത്തതായിരുന്നു. കമ്പക്കെട്ടിന്റെ വിസ്മയങ്ങളെല്ലാം മാനത്ത് മിന്നിത്തെളിയുന്നതായിരുന്നു ഇരുവിഭാഗത്തിന്റെയും പ്രകടനങ്ങൾ. അമിട്ട് പൊട്ടി വിടരുമ്പോൾ മാനത്തെ 7 വർണ്ണങ്ങൾ മിന്നിമറയുന്ന മാജിക്കൽ ക്രിസ്റ്റൽ, ഡ്രാഗൺ ഫ്ലഡ്സ്, സർജിക്കൽ സ്ട്രൈക്ക്, അമിട്ട്, LED പ്രഭ ചൊരിയുന്ന കുടകൾ തുടങ്ങി നിരവധി വെറൈറ്റി ഇനങ്ങൾ മാനത്ത് മിന്നിത്തെളിഞ്ഞു. സാവധാനം തുടങ്ങിയ വെടിക്കെട്ട് കൂട്ടപ്പൊരിച്ചിലെത്തിയപ്പോൾ ആളുകൾ ആർപ്പ് വിളികളോടെ എതിരേറ്റു. 6 മിനിറ്റ് നീണ്ടുനിന്ന പാറമേക്കാവിന്റെ പ്രകടനം 5:37 സമാപിച്ചു. TCV തൃശൂർ. പൂരപിറ്റേന്നത്തെ പകൽപൂരത്തിനും ഉപചാരം ചൊല്ലലിനും ശേഷം നടന്ന വെടിക്കെട്ട് പൂരനഗരിയിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചു. തിരുവമ്പാടിക്ക് വേണ്ടി മുണ്ടത്തിക്കോട് സതീഷും പാറമേക്കാവിന് വേണ്ടി കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബുമാണ് വെടിക്കെട്ടൊരുക്കിയത്. ഉച്ചയ്ക്ക് 2:17 ആരംഭിച്ച തിരുവമ്പാടിയുടെ വെടിക്കെട്ട് 7 മിനിറ്റ് നീണ്ടുനിന്നു. 2:55 ആരംഭിച്ച പാറമേക്കാവിന്റെ വെടിക്കെട്ട് 4 മിനിറ്റ് നീണ്ടു. ഓരോ വെടിക്കെട്ട് കഴിയുമ്പോഴും കാണികൾ ആഹ്ലാദാരവങ്ങൾ മുഴക്കിയാണ് വെടിക്കെട്ട് ആവേശം. പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് തിരിച്ചടി നൽകിയ ഇന്ത്യ. 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി. ഓപ്പറേഷൻ സിന്ദൂരിലൂടെ നീതി നടപ്പിലാക്കിയെന്ന് ഇന്ത്യൻ സൈന്യം പ്രതികരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് വിശദീകരിച്ച സംയുക്ത സേന വാർത്താസമ്മേളനം നടത്തി. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വോമിക സിംഗും ചേർന്നാണ് സൈനികാസ്ഥാനത്ത് വാർത്താസമ്മേളനം നടത്തിയത്. ബുധനാഴ്ച പുലർച്ചെ 1:05-നും 1:30-നും ഇടയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ നടന്നത്. 25 മിനിറ്റിനുള്ളിൽ 25 മിസൈലുകൾ കൊണ്ട് 9 ഭീകര താവളങ്ങളെയാണ് ഇന്ത്യ തകർത്തത്. ഇന്ത്യയുടെ ആക്രമണത്തിൽ 70ഓളം ഭീകരർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. കൃത്യമായ തെളിവുകൾ പങ്കുവച്ചുകൊണ്ടായിരുന്നു സൈന്യത്തിന്റെ വാർത്താസമ്മേളനം. കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. സാധാരണ ജനങ്ങൾക്ക് യാതൊരു കുഴപ്പവും വരാത്ത വിധമുള്ള ആക്രമണം ഉറപ്പാക്കും വിധമാണ് ആക്രമണ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തതെന്നും കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വോമിക സിംഗും വിശദീകരിച്ചു.
പാകിസ്ഥാനിലെ തീവ്രവാദി കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ തിരിച്ചടിയല്ല, ലോകനീതിയായിട്ടാണ് കണക്കാക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരന്തരം ദ്രോഹിക്കുന്ന പാകിസ്ഥാന്റെ ഭീകരവാദത്തെയാണ് നമ്മൾ അടിച്ചത്. ഇനി ഇത് ആവർത്തിക്കില്ല എന്ന ഉറപ്പുകൂടിയാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ 14 ജില്ലകളിലും നടത്തുന്ന സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി ജില്ലയിൽ 2 ഇടങ്ങളിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടന്നു. ജില്ലയിൽ ഗുരുവായൂർ ക്ഷേത്രനടയിലും പുഴയ്ക്കൽ ശോഭാ സിറ്റിയിലുമാണ് മോക്ക് ഡ്രിൽ നടത്തിയത്. ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നടത്തിയ മോക്ക് ഡ്രില്ലിൽ മിസൈലുകളും ഗ്രാനൈഡുകളും വർഷിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസ്, ഫയർഫോഴ്സ്, റവന്യൂ, ആരോഗ്യ വിഭാഗങ്ങൾ സംയുക്തമായി രക്ഷാപ്രവർത്തനം നടത്തി. കൃത്യം 4-ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപം 2 ഗുണ്ടുപൊട്ടി. ക്ഷേത്ര നടയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പരിക്കേറ്റ നിലയിൽ സ്ത്രീകളടക്കം 30ഓളം പേരെ പോലീസും ഫയർഫോഴ്സും ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. മിനിറ്റുകളുടെ നേരത്തേക്ക് ക്ഷേത്രനട യുദ്ധസമാന ഭൂമിയാക്കി. ദർശനത്തിനായി ക്ഷേത്രനടയിൽ തിങ്ങി നിറഞ്ഞിരുന്ന 100 കണക്കിന് ഭക്തർ പരിഭ്രാന്തരാവാതെ മോക്ഡ്രിലുമായി സഹകരിച്ചു. ഇത് സംബന്ധിച്ച ക്ഷേത്രത്തിൽ നിന്ന് മൈക്കിലൂടെ ഭക്തർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 6 മിനിറ്റിനുള്ളിൽ ക്ഷേത്രനട പൂർവ്വസ്ഥിതിയിലായി. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ഗുരുവായൂർ ടെമ്പിൾ SHO GR ജയകുമാർ, മേജർ PJ സ്റ്റൈജു എന്നിവർ മോക്ക് ഡ്രില്ലിനെ കുറിച്ച് വിശദീകരിച്ചു. ചാവക്കാട് തഹസിൽദാർ MK കിഷോർ, ദേവസ്വം തഹസിൽദാർ TK ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ശോഭാ സിറ്റിയിൽ നടന്ന മോക്ക് ഡ്രില്ലിൽ അഗ്നിശമന സേന നേതൃത്വം നൽകി. തീവെട്ടികളുടെ പൊൻപ്രഭയിൽ നടന്ന പാറമേക്കാവ് ഭഗവതിയുടെ രാത്രി എഴുന്നള്ളത്ത് ഭക്തി നിർഭരമായി. കുടമാറ്റത്തിന് ശേഷം ക്ഷേത്രത്തിലേക്ക് ഭഗവതി മടങ്ങിയെത്തിയതോടെയാണ് പാറമേക്കാവിന്റെ രാത്രി എഴുന്നള്ളത്തിന് തുടക്കമായത്. തീവട്ടികൾ ചൊരിഞ്ഞ സുവർണശോഭയിൽ 7 ഗജവീരന്മാരാണ് എഴുന്നള്ളത്തിന് അണിനിരുന്നത്. ഗജരാജൻ പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റി. ചോറ്റാനിക്കരൻ നന്ദപ്പന്മാരാരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ പഞ്ചവാദ്യം എഴുന്നള്ളത്തിന് പകിട്ടേകി. രാത്രിയുടെ യാമങ്ങളെ വാദ്യങ്ങളുടെ താളവിന്യാസങ്ങൾ കൊണ്ട് വിസ്മയിപ്പിക്കുന്നതായി മാറി പഞ്ചവാദ്യ പെരുമ. 2 മണിക്കൂറിലേറെ നീണ്ട പഞ്ചവാദ്യം പൂരനഗരിയെ വാദ്യലഹരിയിലാഴ്ത്തി. രാത്രിയിലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് എഴുന്നള്ളത്ത് ആസ്വദിക്കാനെത്തിയത്. TCV തൃശൂർ. തിരുവമ്പാടി വിഭാഗം രാത്രി പൂരത്തിന്റെ ഭാഗമായുള്ള മഠത്തിൽ വരവ് തീവട്ടി പ്രഭയിൽ മനോഹര കാഴ്ചയായി. മേളപ്രമാണി കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ നടന്ന എഴുന്നള്ളത്തിന് ഗജവീരൻ കുട്ടൻകുളങ്ങര അർജുനൻ തിടമ്പേറ്റി. നടുവിൽ മഠത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ് പടയ നടക്കാവ് വഴി ശ്രീമൂലസ്ഥാനത്തെത്തിയ ശേഷം മേളം അവസാനിപ്പിച്ച് ഭഗവതിയുടെ തിടമ്പേറ്റിയ ആന നായ്ക്കനാൽ പന്തലിലെത്തി നിലയുറപ്പിച്ചു. രാത്രി പൂരത്തിനിടെ 2 ആനകൾ വിരണ്ടോടി. ഏതാനും പേർക്ക് നിസ്സാര പരിക്കേറ്റു. ഊട്ടോളി രാമൻ എന്ന ആനയാണ് വിരണ്ടോടിയത്. ഇത് കണ്ട് ഒപ്പമുണ്ടായിരുന്ന വട്ടപ്പൻകാവ് മണികണ്ഠൻ എന്ന ആനയും ഓടി മണികണ്ഠനെ CMS സ്കൂളിന് മുന്നിൽ വെച്ച് തന്നെ തളച്ചു. പഴയനടക്കാവ് പാണ്ടി സമൂഹമഠം റോഡിലേക്കാണ് ഊട്ടോളി രാമൻ ഓടിയത്. ഓട്ടം കണ്ട് പരിഭ്രാന്തരായ ആളുകളുടെ പരക്കം പാച്ചിലിൽ ചവിട്ടേറ്റും വീണുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റവന്യൂ മന്ത്രി K രാജൻ, മന്ത്രി ബിന്ദു, കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ ജനറൽ ആശുപത്രിയിൽ പരിക്കേറ്റവരെ സന്ദർശിച്ചു.
പൂരപ്പിറ്റേന്നത്തെ പൂരക്കഞ്ഞി കുടിക്കാൻ വൻ തിരക്കാണ് പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും ഊട്ടുശാലകളിൽ അനുഭവപ്പെട്ടത്. പാറമേക്കാവിന്റെ പൂരക്കഞ്ഞി വിതരണം രോഹിണി മണ്ഡപത്തിലും ക്ഷേത്ര പരിസരത്തൊരുക്കിയ പന്തലിലുമായാണ് നടന്നത്. കഞ്ഞിക്കൊപ്പം മുതിരപ്പുഴുക്ക്, മാമ്പള പുളിശ്ശേരി, അച്ചാർ, പപ്പടം എന്നിവയായിരുന്നു വിഭവങ്ങൾ. കൗസ്തുഭം ഹാളിലാണ് തിരുവമ്പാടി വിഭാഗത്തിന്റെ കഞ്ഞി വിതരണം ഒരുക്കിയത്. മുതിരപ്പുഴുക്ക്, പുളിശ്ശേരി, മാങ്ങ അച്ചാർ, പപ്പടം, നാളികേരക്കൊത്ത്, ശർക്കര എന്നിവയായിരുന്നു വിഭവങ്ങൾ. രണ്ടിടത്തും രാവിലെ 10:30 മുതൽ ഉച്ചതിരിഞ്ഞ് 3 വരെ പൂരക്കഞ്ഞി വിതരണം തുടർന്നു. തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾ സമാപിച്ചതോടെ പൂരപ്പറമ്പും പരിസരവും മേയറുടെ നേതൃത്വത്തിൽ ശുചീകരണ തൊഴിലാളികൾ മണിക്കൂറുകൾക്കകം വൃത്തിയാക്കി. തൃശൂർ കോർപ്പറേഷനിലെ വിവിധ ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് പൂരപ്പറമ്പും സ്വരാജ് റൌണ്ടും ഇടവഴികളുമെല്ലാം മണിക്കൂറുകൾക്കകം ശുചീകരിച്ചത്. തെക്കേ ഗോപുരനടയിൽ മേയർ MK വർഗീസിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചത്. കോർപ്പറേഷന്റെ 500-ലേറെ ശുചീകരണ തൊഴിലാളികളും 100-ലേറെ ആരോഗ്യ പ്രവർത്തകരും ശുചീകരണ പ്രവൃത്തികളിൽ പങ്കാളികളായി. ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി തൃശൂർ കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം 11 പുതിയ വാഹനങ്ങളും സജ്ജമാക്കിയിരുന്നു. വരന്തരപ്പള്ളി വേപ്പൂരിൽ വീടിനുള്ളിൽ വിരിച്ച ടൈലുകൾ പൊട്ടിത്തെറിച്ചു. വേപ്പൂർ കോഴിപ്പറമ്പിൽ ഷാജുവിന്റെ വീട്ടിലെ മുറിയിൽ വിരിച്ച ടൈലുകളാണ് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത്. പെട്ടെന്ന് ഉഗ്രശബ്ദത്തോടെ ടൈലുകൾ പൊട്ടിത്തെറിച്ചത് വീട്ടുകാരെ പരിഭ്രാന്തരാക്കി. ഷാജുവും ഭാര്യയും മക്കളും അമ്മയും ഈ സമയത്ത് മുറിയുടെ പുറത്തായിരുന്നു. ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഓടിയെത്തിയത്. ഏതാനും ടൈലുകൾ പൊട്ടിത്തെറിച്ച നിലയിലും ബാക്കിയുള്ളവ അടർന്ന നിലയിലുമാണ്. 9 വർഷം മുൻപ് പണിത വീടിന്റെ ടൈലുകളാണ് പൊട്ടിത്തെറിച്ചത്. കുമരനെല്ലൂരിൽ ബൈക്ക് മറിഞ്ഞ് ബൈക്ക് യാത്രികൻ മരിച്ചു. കാഞ്ഞിരക്കോട് കരയംപുറത്ത് 60 വയസ്സുള്ള ശശിയാണ് മരിച്ചത്. ശശി ഓടിച്ചിരുന്ന ബൈക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. വീഴ്ചയിൽ ഹെൽമറ്റ് തെറിച്ച് തല റോഡിലിടിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാളത്തോട് പട്ടാപ്പകൽ CITU പ്രവർത്തകനായ ഷമീറിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ 6 പേരെ കുറ്റക്കാരാണെന്ന് തൃശൂർ 1-ാം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ ഈ മാസം 12-ന് വിധിക്കും. സാക്ഷികൾക്ക് നിരവധി തവണ ഭീഷണി ഉണ്ടായ കേസ് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി സ്പെഷ്യൽ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടിയാണ് വിചാരണ പൂർത്തിയാക്കിയത്. കാളത്തോട് നിവാസികളായ ഷാജഹാൻ, ഷബീർ, അമൽ സാലിഹ്, ഷിഹാസ്, നവാസ്, ഷംസുദ്ദീൻ എന്നിവരെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 2021 ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KB സുനിൽകുമാർ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലിജി മധു എന്നിവർ കോടതിയിൽ ഹാജരായി. മലപ്പുറം പാലപ്പെട്ടിയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തിരുവത്ര സ്വദേശിനിയായ വിദ്യാർത്ഥിനി മരിച്ചു. ആനത്തലമുക്ക് കേരന്റകത്ത് മുഹമ്മദ് മകൾ 16 വയസ്സുള്ള സനയാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു അപകടം. പറക്കോട്ടുകാവ് താലപ്പൊലി കൊടിയേറിയതോടെ തിരുവല്ലാമല എരവത്തൊടി തെക്കേ മുല്ലയ്ക്കൽ സുധി ഉണ്ണികൃഷ്ണൻ എന്ന കലാകാരനും തിരക്കിലാണ്. താലപ്പൊലി കൊടിയേറ്റം കഴിഞ്ഞതോടെ ദേശനടത്തം എന്ന ആചാരത്തിനായി പൂതൻ തിറ കലാരൂപത്തിന്റെ ചമയമൊരുക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. തലമുറകൾ കൈമാറി വന്ന അനുഷ്ഠാന കളിയെ കൈവിടാൻ ഒരുക്കമല്ലെന്നതാണ് സുധിയുടെ നയം. ലക്ഷ്യങ്ങളാണ് ഒരു പൂതൻ നിർമ്മിക്കുവാൻ ആവശ്യമായി വരുന്നത്. സുധിക്കൊപ്പം സഹകലാകാരന്മാരും കുടുംബാംഗങ്ങളും പൂർണ്ണ സഹകരണവുമായി ഉണ്ട്. ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും കേരള സർക്കാരിന്റെ വജ്ര ജൂബിലി ഫെല്ലോഷിപ്പും കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ കലാകാരൻ. പൂതൻ തിറ എന്ന കലാരൂപം ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സുധി ഉണ്ണികൃഷ്ണൻ കിഴക്ക് പടിഞ്ഞാറ് ശൈലികളെ കോർത്തിണക്കി തിറ മഹോത്സവത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തിക ലാഭം നോക്കിയല്ല ഓരോ തട്ടകത്തിലെയും കലാകാരന്മാർ തട്ടക ഉത്സവകാലത്ത് ദേശനടത്തം നടക്കുന്നതെന്നും സുധി പറഞ്ഞു. 10ഓളം പേരാണ് ദേശനടത്തത്തിനായി ഓരോ സംഘത്തിലും ഉണ്ടാവുക. പണിക്കൂലി പോലും ലഭിക്കില്ലെങ്കിലും പുതുതലമുറ ഈ അനുഷ്ഠാന കലയെ കൈവിടില്ലെന്ന് തെളിയിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. TCV തിരുവില്ലാമല. കല്ലൂർ അയ്യങ്കോട് റോഡരികിലെ കാനയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാനിക്കോട് വട്ടക്കൊട്ടായി സ്വദേശി കണ്ണംപടത്തി വീട്ടിൽ 67 വയസ്സുള്ള വർഗീസാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ വഴിയാത്രക്കാരാണ് കാനയിൽ മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വർഗീസ് വീട്ടിൽ നിന്ന് പോയതാണെന്ന് പറയുന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു.
പേരാമംഗലം സ്വദേശിയായ വയോധികനെ കാണാതായതായി പരാതി. ചിറ്റിലപ്പള്ളി വീട്ടിൽ 88 വയസ്സുള്ള CC പാറുവിനെയാണ് ഇന്നലെ രാത്രി മുതൽ കാണാതായത്. രാവിലെ തൃശൂരിലേക്ക് ബസ് കയറിയതായി വിവരം ലഭിച്ചിട്ടുണ്ട്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവരം ലഭിക്കുന്നവർ 9895778126 എന്ന നമ്പറിൽ അറിയിക്കേണ്ടതാണ്. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9075 രൂപ, പവന് 72,600 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3290 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കുംനാഥൻ സാക്ഷിയായി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. മണ്ണിലെയും വിണ്ണിലെയും മഹാപൂരത്തിന് പരിസമാപ്തിയായി. അടുത്ത വർഷത്തെ പൂരം ഏപ്രിൽ 26. തട്ടകങ്ങളുടെ പൂരത്തിലലിഞ്ഞ ആയിരങ്ങൾ. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ പകൽപൂരം താളമേള ലയത്തിൽ ആറാടിച്ചു. ആകാശത്ത് മതിവര കാഴ്ചയുടെ വർണ്ണവിസ്മയമൊരുക്കി തൃശൂർ പൂരം വെടിക്കെട്ട്. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് പൂരപ്രേമികളെ പ്രകമ്പനം കൊള്ളിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് തിരിച്ചടി നൽകി ഇന്ത്യ. പാകിസ്ഥാനികളെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ നടന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.